എന്റെ ജ്യേഷ്ഠൻ, ഇതെന്റെ 4ാമത്തെ, ഞാൻ 6ാമതുകാരൻ, 10ാമത്തെ. ഞാനിവിടെ ഒരു സാക്ഷ്യം പറയാറുണ്ട്. എന്റെ 23ാമത്തെ വയസ്സിൽ കടലിൽ കായൽ പോലെ കിടന്ന സമയം എനിക്ക് നീന്താൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് എന്നെ കടലിൽ കൊണ്ട് പോകത്തില്ല. എന്റെ കൂട്ടാക്കില്ലായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് താല്പര്യം. ഈ ജ്യേഷ്ഠൻ കടലിൽ കായൽ അയ്യ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊഴിഞ്ഞ് സഹായിക്കാൻ പോലെ ചോദിച്ചു. ഞാൻ വിചാരിച്ചില്ലേ അപ്പുറത്തൊന്ന് തൊഴിഞ്ഞ് സഹായിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോഴാണ് ആ കടലിന്റെ ഭീതിയും ആഴവും. ബൾബ് കത്തിക്കാൻ മടങ്ങി വരുമ്പോൾ ഈ ബൾബാണ് കേട്ടോ. അനുഭവസ്ഥനായും അവിടുത്തെ അരിച്ചു കുറിച്ച് കളിക്കുന്ന ഒരു അനുഭവസ്ഥനിൽ നിന്നുള്ള നിലയിലാണ് എന്നോട് പറയുന്നത്. ഒരു സിമ്പൽ ഞാൻ ഓക്കെ സമയം ഇതൊന്നും അറിഞ്ഞൂടല്ലോ. പോയി കൃപയാൽ അന്നത്തെ രാത്രിയിൽ ചേട്ടൻ വല വീശി മീനൊക്കെ നല്ല നല്ല മത്സ്യങ്ങളൊക്കെ വരുന്നു. എനിക്ക് തലചുറ്റിട്ടുണ്ടെങ്കിൽ തുഴവെന്ന് അറിയാലോ. ഇന്നത്തെ പങ്കായ പോലുള്ള പണ്ടത്തെ മുളയിലുണ്ടാക്കുന്ന ഒരു സാധനം, അതിനെ മരത്തിന്റെ കുറെ വെച്ചുകൊണ്ട് തലയിൽ വെച്ച് ചായച്ച് കിടന്നു വാനിയാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കിടന്നു. ഓണങ്ങളും തേമാനും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഉറക്കം എങ്ങനെ വരുന്നത്, സമാധാനം കിട്ടുമോ? കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ലേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറയാം. അനിയാ നിനക്ക് ഇഷ്ടപ്പെട്ട നല്ല മീന് കിട്ടി കേട്ടോന്ന്. ഇവിടെ എനിക്ക് രക്ഷപ്പെട്ട് കടപ്പുറത്ത് കരയിലോളം വയ്യ. അപ്പോഴാണ് മീനിന്റെ കാര്യം പറയുന്നത്. എന്നാൽ ചുരുക്കം പറയട്ടെ, വിരമാതന പൊഴിയിലടുത്ത് ഇവിടെ നടന്ന സംഭവമാണ്. 23ാമത്തെ വയസ്സിൽ പൊഴിയിലടുത്തെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ കരയ്ക്കോട്ട് നീന്തുന്ന സമയത്ത് തൊട്ട് പറയുന്ന പിന്നെ ഒന്നിന് പറയുക ഒന്നായിട്ട് ഒരു 10-25 തിരമാലകൾ ആനയോളം വലിപ്പമുള്ള പൊഴിയിലെത്തി കൊണ്ടിരുന്നു. ചേട്ടൻ എന്നോട് പറയുന്നു, അനിയാ ആവതുള്ള കഴിവെടുത്ത് മുകളിലോട്ട് ആൺകൊടഞ്ഞു. അവിടെ വല്ല രക്ഷയുമുണ്ടോ? ആ 15 തിരമാലകൾ 25 തിരമാലകൾ എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല. അന്ന് വിടുവിച്ച ദൈവം എന്നും ജീവനോ ഞാൻ കൂടുതൽ കീർത്തിക്കുന്നില്ല. ദൈവമായി ആരോഗ്യ ശക്തി ബലം നൽകട്ടെ. ഞാനിവിടെ സാക്ഷി പലപ്പോഴും പറയാറില്ല. എനിക്ക് 75 ഇവിടെ കഴക്കൂട്ടം വാർഷികോത്സവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ എനിക്ക് തന്ന വചനം യെശയ്യാ 50:4. ഞങ്ങൾ തമ്മിൽ ഒരാൾ തളർന്നിരുന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാർത്ഥന അന്നേരം നടന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയല്ല, ഓൺ ദ സ്പോട്ടിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മറുപടി ഞങ്ങൾ ഉടനെ അനുഭവിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ ദാസൻ ഞങ്ങളുടെ ശാരോൺ സഭയിലെ നോർത്ത് ഇന്ത്യയിലെ സെക്ഷൻ നയിക്കുന്ന സഭയിലെ ജോസഫ് പാസ്റ്റർ, നമ്മുടെ സഭയിലെ സോളമൻ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരുതി കൂട്ടി തന്നെ വചനം പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്നത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രതീക്ഷ വന്ന ആ ദേവദാസന്മാർക്ക് എന്റെ അലസ്വരം നന്ദി തരുന്നതിൽ. അതുകൂടാതെ ഞങ്ങളുടെ കഴിവുട ഇത്രയും പേര് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വേറൊരു മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പോകുന്നു. എങ്കിൽ ഞാൻ നിരാശപ്പെട്ടില്ല. കർത്താവ് വയസ്സിലുണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കർത്താവിന്റെ ദാസൻ ക്രിസ്ത്യൻ പാസ്റ്റർ അവിടെ ഇസ്രായേൽ അനുഭവത്തെ പറഞ്ഞല്ലോ. ഒരൊറ്റ വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും മറ്റുള്ളവരും നന്ദി പറയുന്നു. ഈ ഗോവയിൽ വെള്ളവയിൽ വെച്ച് കണ്ടവരാണ് ഗോവയിലുള്ള പാർട്ടിക്കാർ. എന്നോട് സൗകര്യം ചോദിച്ചു, യു ആർ ഇന്ത്യ? ഞാൻ പറയാം ഇന്ത്യ. വേറെ സ്റ്റേറ്റ് ഞാൻ സ്ഥലം കാണിച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ ശേഷം ചോദിച്ചു, ടുമോറോ വീക്കെൻഡ് ഒരു ചർച്ച എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് ചർച്ച? ഞാൻ ചോദിച്ചില്ല, അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു വിട്ടേച്ച് വന്ന കത്തോലിക്ക പള്ളിയാണോ, കാരണം അവിടെ ഒരുപാട് ബിംബങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെയാണോ എന്നെ കൊണ്ടുപോകാൻ പോകുന്നത്? വളരെയേറെ ഭാര്യപ്പെട്ടു. അത് ഏകദേശം 2-2.5 മണിക്കൂറോളം 5 ശെക്കൽ കൊടുത്ത് അദ്ദേഹം തന്നെ ടിക്കറ്റ് എടുത്തു. അണ്ടമേ ഞാൻ ചിന്തിക്കാൻ ദൈവമേ ഇദ്ദേഹം എന്നെ എവിടെയായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് വളരെയേറെ ഭാര്യപ്പെട്ടു. പക്ഷെ കൃപയാൽ ചെന്ന് കയറി ആരെയും ഒരു വിശുദ്ധ ആരെയും അവിടെ പരിചയദാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അവിടെ കുടിയന്മാരും എന്റെ കൂടെ നിന്നിരുന്നത്. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അത്ര യോഗ്യമുള്ളതല്ല, ദൈവമക്കൾ പറ്റിയതല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ക്യാൻ ലീവ് വിത്ത് അസ് എന്ന് ചോദിച്ചു. യെസ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കുകളാണ്. അന്ന് ഞാൻ അവരോടൊപ്പം താമസിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ബോംബെയിൽ പോകുന്നത്. ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല. ഒരുവന്റെ വഴി, ഒരു മനുഷ്യന്റെ വഴി കർത്താവിന് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമന